കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. അൾജീരിയയോട് വിട പറഞ്ഞ് പരിശുദ്ധ പിതാവ് കാമറൂണിലെത്തി. ലിയോ 14 പാപ്പയുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള ആദ്യ അപ്പസ്തോലിക യാത്രയുടെ ഒന്നാം ഘട്ടം അൾജീരിയയിൽ സമാപിച്ചു. ഏപ്രിൽ 13 മുതൽ 23 വരെ നീളുന്ന 10 ദിവസത്തെ പര്യടനത്തിനായ ഭാഗമായി അൾജീരിയയിലെ വിവിധ പരിപാടികളിൽ പൂർത്തിയാക്കിയ പാപ്പ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ക്യാമറൂണിലെ യവാണ്ടയിൽ എത്തിച്ചേർന്നു. രണ്ടാം ദിനമായ ഏപ്രിൽ 14 ചൊവ്വാഴ്ച വിശുദ്ധ അഗസ്റ്റിന്റെ സ്മരണകൾ ഉറങ്ങുന്ന അന്നാബ നഗരത്തിലായിരുന്നു പാപ്പയുടെ പ്രധാന ശുശ്രൂഷകൾ. പുരാതന ഹിപ്പോ നഗരത്തിൽ പ്രാർത്ഥിച്ചതിനു ശേഷം പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാർ നടത്തുന്ന വയോധിക മന്ദിരവും അഗസ്റ്റീനിയൻ സന്യാസ ഭവനവും അദ്ദേഹം സന്ദർശിച്ചു. അന്നാബയിലെ സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ പാപ്പ അർപ്പിച്ച വിശുദ്ധ ബലിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 1500ഓളം വിശ്വാസികൾ പങ്കെടുത്തു. ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാണെന്നും അഹങ്കാരം വെടിഞ്ഞ് എളിമയോടെ അവനിലേക്ക് തിരിയുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം കണ്ടെത്താൻ സാധിക്കൂ എന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ അൾജേഴ്സിയിലെ ന്യൂൺസിയേച്ചറിൽ സ്വകാര്യ ബലി അർപ്പിച്ച ശേഷം മദർ തെരേസ സന്യാസിനികൾ നടത്തുന്ന നേഴ്സറിയും സന്ദർശിച്ചാണ് പാപ്പ വിമാനത്താവളത്തിലേക്ക് തിരിച്ചത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അൾജീരിയൻ പ്രസിഡന്റ് പാപ്പയ്ക്ക് ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. തുടർന്ന് ഇറ്റാലിയൻ വിമാനത്തിൽ യാത്ര തിരിച്ച പാപ്പ പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30 ക്യാമറൂണിലെ യവാന്തേ നേഴ്സിലെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അൾജീരിയ, ക്യാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നീ 4 രാജ്യങ്ങളാണ് ഈ പര്യടനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ക്യാമറൂണിലെ സന്ദർശനത്തിന് ശേഷം പാപ്പ അങ്കോളയിലേക്കും തുടർന്ന് ഇക്വറ്റോറിയൽ ഗിനിയയിലേക്കും യാത്ര തിരിക്കും. ഈ യാത്ര ദൈവപരിപാലനയുടെ സമ്മാനമെന്ന് ലിയോ 14 പാപ്പ. തനിക്ക് ലഭിച്ച സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് വികാരാതീതനായി സംസാരിച്ചത്. ഈ യാത്ര ദൈവപരിപാലനയുടെ ശ്രേഷ്ഠമായ സമ്മാനമാണെന്ന് പാപ്പ വിശേഷിപ്പിച്ചു. ലോകത്തിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം മനുഷ്യന്റെ അഹങ്കാരമാണെന്നും എല്ലാവരും എളിമയോടെ ദൈവത്തിലേക്ക് തിരിയണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. La parole divine traverse l'histoire et se renouvelle par la voix humaine du Sauveur. Nous entendons aujourd'hui l'Évangile, bonne nouvelle pour tous les temps, dans cette basilique d'Annaba, dédiée à Saint Augustin, évêque de l'antique Hippone. Les lieux qui nous accueillent ont changé de nom au fil des siècles, mais les saints restent nos patrons et sont les témoins fidèles d'un lien avec la terre qui vient du ciel. C'est cette dynamique que le Seigneur met en lumière dans la nuit avec Nicodème. C'est cette force que le Christ insuffle à la faiblesse de sa foi et à la persévérance de sa recherche. Envoyé par l'Esprit de Dieu, dont on ne sait ni d'où il vient ni où il va, Jésus est pour Nicodème un hôte particulier. Il l'appelle à une vie nouvelle en confiant à son interlocuteur, mais à nous aussi une tâche surprenante. Il vous faut naître d'en haut. C'est l'invitation adressée à chaque homme et à chaque femme qui cherche le salut. La mission de toute l'Église et par conséquent de la communauté chrétienne en Algérie jaillit de l'appel de Jésus, renaître d'en haut, c'est-à-dire de Dieu. Dans cette perspective, la foi triomphe des épreuves terrestres et la grâce du Seigneur fait fleurir le désert. Mais la beauté de cette exhortation s'accompagne d'une épreuve que l'Évangile nous appelle à traverser ensemble. Les paroles du Christ ont en effet toute la force d'un devoir. Vous devez renaître de nouveau. Cet impératif résonne à nos oreilles comme un commandement impossible. Nous comprenons cependant
en écoutant attentivement celui qui le donne, qu'il ne s'agit ni d'une imposition sévère, ni d'une contrainte, et encore moins d'une condamnation à l'échec. Au contraire, le devoir exprimé par Jésus est un don de liberté, puisqu'il nous révèle une possibilité inespérée. ദൈവത്തെ പിതാവായി അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് പരസ്പരം സഹോദരങ്ങളായി കാണുവാനും നീതിയുടെയും വികസനത്തിൻ്റെയും പാതയിൽ ഒന്നിച്ചു നീങ്ങുവാനും സാധിക്കുകയെന്ന് പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. 3 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ ശ്രദ്ധേയമായ നിരവധി ചടങ്ങുകളിലാണ് പാപ്പ പങ്കെടുത്തത്. അൾജീരിയൻ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ സ്മാരകമായ മക്കാം എഷ്ഹായിദ് സന്ദർശനം നടത്തി. അൾജീരിയയിലെ ഗ്രേറ്റ് മോസ്ക് സന്ദർശനവും അവർ ലേഡി ഓഫ് ആഫ്രിക്ക ബസിലിക്കയിൽ നടന്ന മതസൗഹാർദ്ദ സമ്മേളനവും നടന്നു. മെഡിറ്ററേനിയൻ കടൽമാർഗം യൂറോപ്പിലേക്ക് പോകുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട കുടിയേറ്റക്കാരുടെ സ്മാരകത്തിൽ പാപ്പ പ്രാർത്ഥന നടത്തി. വിശുദ്ധ അഗസ്റ്റിൻ ശുശ്രൂഷ ചെയ്ത ഹിപ്പോയിൽ സമാധാനത്തിന് പ്രതീകമായി ഒലിവ് മരം നട്ടു. പുതുജീവൻ പകർന്ന് ക്രിസ്തു സ്നേഹത്തിന്റെ സാക്ഷികളാകുക എന്ന് ലിയോ 14 പാപ്പ. അന്നാബയിലെ വിശുദ്ധ അഗസ്റ്റിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് സംസാരിക്കവേ അൾജീരിയയിലെ ക്രൈസ്തവ സമൂഹത്തോടാണ് ക്രിസ്തു സ്നേഹത്തിന്റെ എളിമയാർന്ന സാക്ഷികളാകാൻ പാപ്പ ആഹ്വാനം ചെയ്തത്. വിശ്വാസികളുടെ സ്നേഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരിക്കണം. സഭ എന്നത് ഒരു സാമൂഹിക കരാറല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ ഐക്യമാണെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. Il nous faut donc le faire selon son volonté aimante qui désire renouveler l'humanité en l'appelant à une communion de vie partant de la foi. Alors que le Christ nous demande de renouveler complètement notre existence, il nous donne aussi la force de le faire. Saint Augustin en témoigne, lui qui prie ainsi: donne au Seigneur ce que tu commandes et commande ce que tu veux. Alors, lorsque nous nous demandons comment un avenir de justice et de paix, de concorde et de salut est possible, nous posons à Dieu la même question que Nicodème. Notre histoire peut-elle vraiment changer? Nous sommes tellement encombrés de problèmes, d'embûches et de tribulations. Notre vie peut-elle vraiment recommencer complètement? Oui, cette affirmation du Seigneur, pleine d'amour, remplit nos cœurs d'espérance. Peu importe à quel point nous sommes accablés par la douleur ou le péché, le crucifié porte tous ses fardeaux avec nous et pour nous. Peu importe à quel point nous sommes découragés par nos faiblesses, c'est précisément là que se manifeste la force de Dieu qui a ressuscité le Christ d'entre les morts pour donner la vie au monde. Chacun de nous peut faire l'expérience de la liberté, de la vie nouvelle qui vient de la foi dans le Rédempteur. Une fois encore, Saint Augustin nous en donne l'exemple. Il faut voir d'abord sa conversion avant de le considérer pour sa sagesse. Dans cette renaissance, providentiellement accompagnée par les larmes de sa mère, Sainte Monique, il est devenu lui-même en s'écriant: Je ne serai pas mon Dieu, je ne serai pas du tout si tu n'étais pas en moi. Au mieux, je ne serai pas si je n'étais en toi. നിക്കദേമോസുമായുള്ള യേശുവിന്റെ സംഭാഷണത്തെ ആസ്പദമാക്കിയാണ് പാപ്പ തന്റെ വചന സന്ദേശം നൽകിയത്. പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ചരിത്രത്തിൽ ഒരു പുനരാരംഭം സാധ്യമാണെന്ന പ്രത്യാശയാണ് ക്രൂശിതനായ ക്രിസ്തു നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആദിമസഭയുടെ മാതൃക പിന്തുടർന്ന് സഭാ നവീകരണത്തിനായുള്ള 3 പ്രധാന മാനദണ്ഡങ്ങൾ പാപ്പ പങ്കുവച്ചു. എല്ലാം പൊതുവായി കരുതുക എന്ന ശൈലിയിലൂടെ ദാരിദ്ര്യത്തെയും അടിച്ചമർത്തലിനെയും നേരിടണം.
ഓരോരുത്തരും തങ്ങൾക്കുള്ളത് ദാനമായി മാറ്റുമ്പോൾ നീതിയും കാരുണ്യവും പുലരും. ഭയത്തിനോ വിട്ടുവീഴ്ചകൾക്കോ ഭയപ്പെടാതെ ക്രിസ്തുവിന് ശക്തിയോടെ സാക്ഷ്യം വഹിക്കണമെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. തങ്ങളുടെ ജീവിതം കൊണ്ട് ചുറ്റുമുള്ളവർക്ക് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും സുഗന്ധം പരത്താൻ വിശ്വാസികൾക്ക് കഴിയണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഈ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ്. രക്തസാക്ഷികൾ പ്രാർത്ഥിച്ച ഈ മണ്ണിൽ വിശുദ്ധ അഗസ്റ്റിന്റെ മാതൃക പിന്തുടർന്ന് സ്നേഹത്തിന് സാക്ഷികളാവുക എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. Oui, assurément, les chrétiens naissent d'un eau, régénérés par Dieu en tant que frères et sœurs de Jésus. Et l'Église, qui les nourrit par les sacrements, est une scène maternelle accueillant pour tous les peuples de la terre. Comme nous venons de l'entendre, les actes des apôtres en témoignent en décrivant les styles qui caractérisaient l'humanité renouvelée par l'Esprit Saint. Aujourd'hui encore, nous devons accueillir et mettre en œuvre cette règle apostolique et la méditant comme un critère authentique de réforme ecclésiale. Une réforme qui, pour être vraie, commence par le cœur et qui, pour devenir efficace, concerne chacun. En premier lieu, en effet, la multitude de ceux qui avaient embrassé la foi n'avait qu'un seul cœur et une seule âme. Cette unité spirituelle est une concordia, un mot exprimant bien la communion des cœurs qui battent à l'unisson parce qu'ils sont unis à celui du Christ. L'Église naissante ne repose pas sur un contrat social, mais sur une harmonie dans la foi, dans les sentiments, dans les idées, dans les choix de vie. Harmonie qui a pour centre l'amour de Dieu fait homme pour sauver tous les peuples de la terre. En second lieu, nous admirons l'effet concret de cette unité spirituelle des croyants. Tout était commun entre eux. Tout le monde a tout, en participant au bien de chacun comme les membres d'un seul corps. Personne n'est privé de quoi que ce soit, puisque chacun partage ce qui lui appartient. En transformant la possession en don, ce dévouement fraternel n'est utopique que pour les cœurs qui rivalisent entre eux et pour les âmes avides en faveur d'elles-mêmes. Au contraire, la foi en l'unique Dieu, Seigneur du ciel et de la terre, unit les hommes selon une justice parfaite qui invite chacun à la charité, c'est-à-dire à aimer chaque créature de l'amour que Dieu nous offre dans le Christ. ജൂണിൽ വീണ്ടും കൺസിസ്റ്ററി, കർദിനാൾമാർക്ക് ക്ഷണവുമായി ലിയോ 14 പാപ്പ. ജൂൺ 26, 27 തീയതികളിൽ വത്തിക്കാനിൽ വെച്ച് നടക്കുന്ന കർദിനാൾമാരുടെ പ്രത്യേക കൺസിസ്റ്ററി സമ്മേളനത്തിലേക്ക് ലിയോ 14 പാപ്പ ലോകമെമ്പാടുമുള്ള കർദിനാൾമാരെ ക്ഷണിച്ചു. ജനുവരിയിൽ നടന്ന കൺസിസ്റ്ററിയിൽ സംബന്ധിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും വരാനിരിക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുമാണ് പാപ്പ കത്തയച്ചത്. കഴിഞ്ഞ ജനുവരി 7, 8 തീയതികളിൽ നടന്ന സമ്മേളനത്തിൽ ഇവാഞ്ചലി ഗൗദിയം എന്ന രേഖയെ ആസ്പദമാക്കി കർദിനാൾമാർ നടത്തിയ പഠനങ്ങൾ സഭയുടെ വിലയേറിയ പൈതൃകമാണെന്ന് പാപ്പ വിശേഷിപ്പിച്ചു. ഈ പഠനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യുവാനും ക്രോഡീകരിക്കാനുമാണ് ജൂണിലെ ദ്വിദിന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കർദിനാൾമാർക്ക് അയച്ച കത്തിൽ സഭയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ പാപ്പ പങ്കുവച്ചു. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയെയും ക്രിസ്തുവുമായുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടലിലേക്ക് നയിക്കണമെന്നും സഭ ഒരു മിഷണറി സ്വഭാവത്തിലേക്ക് മാറണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവർ ന്യൂനപക്ഷമായിരിക്കുന്ന ഇടങ്ങളിൽ പോലും എല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഒരു ചെറിയ ആട്ടിൻകൂട്ടമായി ജീവിക്കാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. വിശുദ്ധരായ പത്രോസ്, പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിന് തൊട്ടുമുമ്പായിട്ടാണ് ജൂണിലെ കൺസിസ്റ്ററി നടക്കുക. ജൂൺ 29 വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ സമ്മേളനം ഔദ്യോഗികമായി സമാപിക്കും.
ജൂണിലെ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വത്തിക്കാൻ പുറത്തുവിടും. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരും വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് ലിയോ 14 പാപ്പ. ക്യാമറൂൺ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ യവാണ്ടയിലെ നഗുൽ സാംബ അനാഥാലയത്തിൽ വെച്ച് കുട്ടികളെ സന്ദർശിച്ച ലിയോ 14 പാപ്പ പറഞ്ഞു, കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികൾക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകിയ പാപ്പ അവിടെ സേവനം ചെയ്യുന്നവരെ പ്രകീർത്തിക്കുകയും ചെയ്തു. അനാഥാലയത്തിലെ കുട്ടികളെ അഭിസംബോധന ചെയ്ത പാപ്പ ഈ സ്ഥാപനം കേവലം ഒരു കെട്ടിടമല്ല എന്നും സ്നേഹം നിറഞ്ഞ ഒരു യഥാർത്ഥ ഭവനമാണെന്നും വിശേഷിപ്പിച്ചു. നിങ്ങളിവിടെ യഥാർത്ഥ ഒരു കുടുംബമാണെന്ന് പാപ്പ പറഞ്ഞു. സമാനമായ വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച കുട്ടികൾ ക്രിസ്തുവിൽ ഒന്നായി തീരുമ്പോൾ അത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് വലിയ കരുത്തു നൽകുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഷ്ടങ്ങളും അവഗണനകളും അനുഭവിച്ച കുട്ടികൾ തങ്ങളുടെ ഭാവി ഇത്തരം കൈപ്പേറിയ ഓർമ്മകളിൽ മാത്രം ഒതുക്കി നിർത്തരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ മുറിവുകളേക്കാൾ മഹത്തായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നു. അവിടുത്തെ സ്നേഹത്തിൽ ആരും അപരിചിതരോ വിസ്മരിക്കപ്പെട്ടവരോ അല്ല. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷാകാലത്ത് കുട്ടികൾക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച പാപ്പ ഇന്നും അതേ സ്നേഹത്തോടെയും കരുതലോടും കൂടിയാണ് ക്രിസ്തു അവരെ നോക്കിക്കാണുന്നതെന്ന് വ്യക്തമാക്കി. ലോകം ഇന്ന് പലപ്പോഴും നിസ്സംഗതയുടെ പാതയിലാണെങ്കിലും ഇത്തരം അനാഥാലയങ്ങൾ പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകങ്ങളാണെന്ന് പാപ്പ പറഞ്ഞു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.